രാവിലെ ഏകദേശം 6:30 യാത്ര തിരിച്ച ഞങ്ങൾ ഒരു 7:30 ആയപ്പോഴേക്കും മാർത്താണ്ഡം എത്തി. എന്നിട്ടൊരു കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ പോയത് ചിതറാൽ ജെയിൻ ടെമ്പിൾ. അതെ, ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചിതറാൽ മലൈ കോവിൽ എന്നറിയപ്പെടുന്ന ചിതറാൽ ജെയിൻ ടെമ്പിൾ. ഏൻഷ്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ എന്നെ ആകർഷിച്ച ഒരു സംഭവമാണ് ഈ റോക്കറ്റ് ടെമ്പിൾസ് എന്ന് പറയുന്നത്. അജന്ത എല്ലാവരെയും ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഒരു റോക്കറ്റ് ടെമ്പിൾ കാണുമെന്ന് തോന്നി. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല സ്റ്റോൺ പേവ്ഡ് ആയിട്ടുള്ള ഒരു പാത്തായി. പിന്നെ പതിയെ പതിയെ വ്യൂസ് മാറി തുടങ്ങി. മെയിൻ പാത്ത് അല്ലാണ്ട് ചെറിയൊരു വഴി കണ്ടപ്പോൾ അതുവഴിക്ക് പോകാൻ ഒരു കൗതുകം തോന്നി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. റയർലി വി ന്യൂ ദാറ്റ് it was one of the best viewpoints. Oh fuck, that is വെസ്റ്റ് ഡയറക്ഷനിലേക്കുള്ള മാർത്താണ്ഡം സിറ്റിയും അടുത്തുള്ള ടൗൺസും ഗ്രാമങ്ങളും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പാനോരമിക് വ്യൂ ആയിരുന്നു അത്. അത് കഴിഞ്ഞ് അടുത്ത വ്യൂവിലേക്ക് പോകുമ്പോൾ സംഭവിച്ചത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ക്ലംസിയായ ഞാൻ വീഴുന്നത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. Oh, this is also good. Oh, this is different view. അടുത്തത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കുള്ള ഫുൾ പച്ചപ്പ് മാത്രമുള്ള ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു. അവിടുന്ന് പിന്നെ കുറച്ചുകൂടി നടന്നപ്പോഴേക്കും ഈ മനോഹരമായ ഒരു ആലിന്റെ ചുവട്ടിലെത്തി. അവിടുത്തെ കാഴ്ചകൾ ഒരിക്കലും ക്യാമറയിലോ വാക്കുകൾ കൊണ്ടോ വിവരിക്കാനാവില്ലായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഈസ്റ്റിലെയും വെസ്റ്റിലെയും കാഴ്ചകൾ കണ്ടുവന്ന ഞങ്ങൾക്ക് പിന്നെ കിട്ടിയത് ഒരു 360 ഡിഗ്രി വ്യൂ ആയിരുന്നു. അമ്മേ, എന്ത് ഭംഗിയായിരുന്നു എന്നറിയാമോ അവിടെ നിന്ന് ലോകം മൊത്തം കാണാൻ. നേരത്തെ പോലെ ഒന്ന് കാല് തെന്നിയിരുന്നെങ്കിൽ ഈ വീഡിയോ ഒരു പക്ഷെ നിങ്ങൾ കാണില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഈ ലോഗമൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളും നമ്മുടെ പ്രശ്നങ്ങളും ഒക്കെ എത്ര ചെറുതാണെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദൂരെ നിന്ന് ഇങ്ങനെ മഴ വരുന്നത് കാണാൻ പറ്റും. ഇനി കുറച്ച് ഹിസ്റ്ററി ക്ലാസ് ആവാം. AD 9ാം നൂറ്റാണ്ടില് സന്യാസിമാരുടെ പാറമല എന്നറിയപ്പെടുന്ന ചിതറാൽ പാറമല ജെയിൻ ദിഗംബര സന്യാസിമാരുടെ ഒരു വിശ്രമ സ്ഥലമായിരുന്നു. പിന്നെ ഈ ഗോപുരത്തിന്റെ ഉള്ളിലേക്ക് കയറിയപ്പം ഇതിനുള്ളിൽ മൊത്തം ആൾക്കാർ അവരുടെ പേരും അങ്ങനെ എന്തൊക്കെയൊക്കെയോ കുത്തിക്കുറിച്ചിരിക്കുകയായിരുന്നു. ഇന്നത്തെ ജനറേഷനെ പറയാൻ വരട്ടെ, പണ്ട് പ്രാചീന ശിലായുഗം മുതൽ മനുഷ്യന്റെ പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ് എവിടെ കണ്ടാലും കുത്തിക്കുറിച്ച് വെക്കുക എന്നുള്ളത്. അവിടുന്ന് താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ജെയിൻ തീർത്ഥങ്കരന്മാരായ മഹാവീരന്റെയും പാർശ്വനാഥന്റെയും ഒക്കെ ശിലാശില്പങ്ങൾ നല്ല ഭംഗിയായി കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന കണ്ടു. പൂർവ്വകാലത്ത് ജെയിൻ ക്ഷേത്രമായിരുന്ന ഈ പ്രദേശം പിന്നീട് ഭാഗികമായി ഭഗവതി ക്ഷേത്രമായി മാറി. ഒരിക്കലും വറ്റാത്ത കുളവും പാറയിൽ ഒളിഞ്ഞിരിക്കുന്ന തീർത്ഥങ്കരന്മാരുടെ ശിലാശില്പങ്ങളും ഇന്നും പഴയ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരി എന്നാ.